CJP നേടിയ നേട്ടം ഒരു ചരിത്ര വിജയമാണ്. രാഷ്ട്രീയ ശക്തിയല്ലാത്ത യുവജനതയുടെ കൂട്ടായ്മ നേടിയ വിജയം ഒരു ഭരണകൂടത്തിനെതിരെയാണ്. എതിർസ്വരമില്ലെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയ ഒരു ശക്തിയാണ് പുതിയ കൂട്ടായ്മയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയത്. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. പ്രത്യേക കൊടിയോ രാഷ്ട്രീയ മുദ്രാവാക്യമോ ഇല്ലാതെയായിരുന്നു CJPയുടെ വരവ്. ഡൽഹി ജന്തർ മന്ദറിൽ അവർ നടത്തിയ പ്രക്ഷോഭം അവസാനം വിജയം കണ്ടിരിക്കുന്നു. യുവാക്കളുടെ ശക്തമായ നിരയായിരുന്നു CJPക്ക് പിന്നിൽ അണിനിരന്നത്. ഒരു ഭരണകൂടം തന്നെ CJPക്ക് മുന്നിൽ മുട്ടുമടക്കി എന്ന് തന്നെ പറയേണ്ടി വരും. അഭിജിത് ദീപ് കെ എന്ന് പറയുന്ന ഒരു നേതാവെന്ന് പറയാനാകില്ല, നേതൃനിരയിലുണ്ടായിരുന്ന യുവാവ്. അദ്ദേഹം അവർക്കായി ശക്തി പകർന്നു. അവർ ഒരുമിച്ചു. അവരുടെ പ്രക്ഷോഭം വിജയിച്ചു. അതും സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു വിഷയത്തിനെതിരെ. എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രതീക്ഷയാണ് അവരുടെ ഉപരിപഠനം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം. പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ഓരോ വിദ്യാർത്ഥികളുടെയും ആഗ്രഹമാണ്. നീറ്റ് പരീക്ഷയിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളുണ്ട്. മാസങ്ങളോളം കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നാലോ അവർക്കുണ്ടാകുന്ന വേദന ചെറുതായിരിക്കില്ല. അതും കച്ചവട തന്ത്രം ഉപയോഗിച്ച് ചോദ്യപേപ്പർ ചോർത്ത് വിറ്റ് മത്സര പരീക്ഷയിൽ വിജയികളാകുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരു കൂട്ടം ആളുകൾ, അതിന് കുട പിടിച്ചവർ, അതിനെതിരെയായിരുന്നു CJPയുടെ പ്രക്ഷോഭം. അത് ശക്തിയാർജിച്ചു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അവർക്ക് പിന്തുണ ലഭിച്ചു. ജന്തർ മന്ദറിൽ അവർ ഒരുമിച്ചു. അവരുടെ മുദ്രാവാക്യം ഇന്ത്യ ഏറ്റെടുത്തു. പല സ്ഥലങ്ങളിൽ നിന്നും യുവാക്കളുടെ നിര അവിടേക്ക് ഒഴുകിയെത്തി. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആവേശമായി അത് മാറി. ചർച്ചയ്ക്ക് അവർ തയ്യാറായി. കടുംപിടുത്തങ്ങളില്ലായിരുന്നു. പക്ഷേ അവർ ഉന്നയിച്ചത് അവരുടെ അവകാശങ്ങൾ മാത്രമായിരുന്നു. അതിനു പിന്നിൽ രാഷ്ട്രീയ പിൻബലമോ രാഷ്ട്രീയ ശക്തികളുടെ പ്രേരണയോ ഉണ്ടായിരുന്നില്ല. അവർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിലൊന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ രാജിയായിരുന്നു. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന്. രണ്ടാമത്തെ ആവശ്യം അവർ മുന്നോട്ട് വെച്ചത് ഈ നീറ്റ് പരീക്ഷയിൽ പങ്കെടുത്ത് പക്ഷേ പരീക്ഷ മാറ്റിവെക്കുകയും ചോദ്യപേപ്പർ ചോരുകയൊക്കെ ചെയ്ത ആ ദുഃഖത്തിൽ ജീവനൊടുക്കിയ കുട്ടികളുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്നുള്ളത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർ നടത്തിയ സമരം അത് വലിയ തരത്തിൽ മുന്നോട്ട് പോയി. എല്ലാവരും ഏറ്റെടുത്തു. സഹായങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നെത്തി. പിന്തുണയുമായി സാമൂഹ്യ സാംസ്കാരിക സിനിമാ മേഖലകളിൽ നിന്നുള്ളവരെത്തി. അങ്ങനെ സമരം ഓരോ ദിവസവും പുഷ്ടിപ്പെടുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത്. ആ സമരം കഴിഞ്ഞ ദിവസം കൂടുതൽ ശക്തിയായതോടെ കേന്ദ്ര സർക്കാർ തന്നെ ചർച്ചയ്ക്ക് തയ്യാറായി. ആ ചർച്ചയിൽ ആദ്യം ഫലം കണ്ടില്ല. സമരസമിതി മുന്നോട്ട് വെച്ച 2 കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി. അതായത് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം, ഒപ്പം സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് യുവാക്കൾക്കൊക്കെ എതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കാം. ഇന്ന് ഈ 2 കാര്യങ്ങളും അവർ തയ്യാറായി അത് അംഗീകരിക്കാൻ. പക്ഷേ അതിനുമപ്പുറത്തേക്കൊരു രാജിയായിരുന്നു CJPയുടെ നിര മുന്നോട്ട് വെച്ചത്. അത് ഒരു പക്ഷേ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇതോടെ ഒരു യുവാക്കളുടെ വിപ്ലവം ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അല്ലെങ്കിൽ യുവാക്കൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു സൂചനയാണ്. ഓരോ മന്ത്രിമാർക്കും അല്ലെങ്കിൽ ഓരോ ഭരണകൂടത്തിനും നൽകുന്ന വ്യക്തമായ സൂചനയാണ്. അനീതി ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള സൂചന. കാരണം ഇവിടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ വില നൽകാതെ നീറ്റ് സമരത്തിന് പേരിലൊരു സമരം, അല്ലെങ്കിൽ നീറ്റ് പ്രശ്നത്തിന് പേരിലൊരു സമരം നടത്തി, നീറ്റ് സമരം എന്നൊക്കെ നടത്തി. സമരക്കാർ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. പിന്നീട് പിന്നോക്കം പോയി. ആ സമയത്താണ് CJPയുടെ വരവ്. CJP ഉയർത്തിയ മുദ്രാവാക്യം വളരെ ശക്തിയുള്ളതായിരുന്നു. പ്രത്യേകിച്ചും സമൂഹത്തിന് അത്തരം മുദ്രാവാക്യങ്ങൾ ആവശ്യമായിരുന്നു. അത്തരം സമരങ്ങൾ ആവശ്യമായിരുന്നു. അത്തരം പ്രതിഷേധങ്ങൾ ആവശ്യമായിരുന്നു. അത് ഏറ്റെടുക്കാൻ CJP തയ്യാറായി.
കേൾക്കുമ്പോൾ പേരത്ര സുന്ദരമല്ലെങ്കിലും ക്രോക്രോക്ക് ജനതാ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ പേരത്ര സുന്ദരമല്ലെങ്കിലും ഏറ്റെടുത്ത സമരത്തെ അവർ വിജയിപ്പിച്ചു. വലിയ നേതാക്കന്മാരില്ല, വലിയ പ്രാസംഗികരില്ല, പക്ഷേ അവിടെ ഒരുമിച്ച് ചേർന്നു. അവരൊരു ശക്തിയായി ഒരാവശ്യം മുന്നോട്ട് വെച്ചു, അവർ നേടിയെടുത്തു. ഇത് നാളെ എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ ഭരണകൂടങ്ങൾക്കും ഒരു സൂചനയാണ്. അനീതിക്കെതിരെ ചോദ്യം ചെയ്യാൻ യുവാക്കളുടെ ഒരു നിര ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ശക്തരാണ് എന്നുള്ള സൂചനയും. എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 12 വർഷമായി ഒന്നിനു മുന്നിലും മുട്ടുമടക്കാതെ ഓരോ സമരങ്ങളെയും അടിച്ചമർത്തിയും സമരങ്ങൾ കാണാതെ മുന്നോട്ട് പോയുമുള്ള ഒരു പാരമ്പര്യമായിരുന്നു BJP സർക്കാരിന് അല്ലെങ്കിൽ NDA സർക്കാരിന്. അവർ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് സമരം എത്തിയില്ല. അവസാനം പ്രധാനമന്ത്രി തന്നെ സ്വന്തമായി വീഡിയോ സന്ദേശം തയ്യാറാക്കി പ്രചരിപ്പിച്ചു. സാധാരണ സംബോധനകളിൽ നിന്നും വ്യത്യസ്തമായി ഭായോർ ബഹനോം എന്ന് സംബോധന ചെയ്യാറുള്ള പ്രധാനമന്ത്രി തന്നെ സംബോധന മാറ്റി, ഫ്രണ്ട്സ് എന്നാക്കി. അതായത് ജെൻസിയെ സംബോധന ചെയ്യുവാൻ പ്രധാനമന്ത്രി തയ്യാറായി. അവരുടെ വിഷയങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറായി, അവരുടെ മനസ്സറിയാൻ തയ്യാറായി. അതായിരുന്നു സംഭവിച്ചത്. എന്തായാലും രാജിക്ക് തൊട്ടു പിന്നാലെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കുറിപ്പുകളിൽ എഴുതിയിരിക്കുന്ന ചില വാക്കുകളും ശ്രദ്ധേയമാണ്. ദീർഘദൃഷ്ടിയുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യക്ക് ആവശ്യം. അത് മാത്രവുമല്ല, അദ്ദേഹത്തിന് വിദ്യാഭ്യാസ രംഗവുമായി ഏകദേശം 4 പതിറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ട്. അതുകൊണ്ട് ചില സംഭവങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് രാജിവെക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും ലോകത്ത് അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ തന്നെ പല സമരങ്ങളും കണ്ടതാണ്. പല സ്ഥലങ്ങളിൽ നിന്നാണ് സമരങ്ങളും പലതരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് പോയിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിരുന്നു ജന്തർ മന്ദറിൽ CJP നടത്തിയ സമരം. അവരെ സഹായിക്കാൻ നിരവധിയായ ആളുകളെത്തി, നിരവധിയായ യുവാക്കളെത്തി. പക്ഷേ എങ്കിലും സമരം ഓരോ ദിവസവും അവർ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോയി. അവർ ചെറുത്തു നിൽക്കാൻ തയ്യാറായി. അവർക്ക് കിട്ടിയ പിൻബലം അത്ര ശക്തമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നല്ലായിരുന്നു. പക്ഷേ ഒരേ മനസ്സുള്ള കുറെ ചെറുപ്പക്കാരുടെ ശക്തിയായിരുന്നു CJPക്ക് പിന്നിലുണ്ടായിരുന്നത്. ഇതൊരു സൂചനയാണ്. അഴിമതിയെ ചോദ്യം ചെയ്യാൻ ഒരു യുവനിരയുണ്ട് എന്നുള്ള സൂചന. അത് എല്ലാവർക്കും ഒരു താക്കീത് കൂടിയാണ് ഈ CJPയുടെ സമരവിജയം എന്ന് തന്നെ പറയേണ്ടി വരും.